നമസ്കാരം. പിന്നൊരു കാര്യം പറയാം കേട്ടോ. ഞങ്ങൾ ഈ പരിപാടി ചെയ്യത്തില്ല. ഇദ്ദേഹത്തെ ഞങ്ങളുടെ സംഘടനയിൽ നിന്നും ഞങ്ങൾ പുറത്താക്കുന്നതാണ്. അതായത് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മാത്രമേ ഓൾട്ടർ ചെയ്ത് കൊടുക്കാറുള്ളൂ. അതായത് ഇപ്പം നമുക്ക് സ്ഥിരം ആൾക്കാർ വരികയാണെങ്കിൽ അവർ എന്തെങ്കിലും ഇടയ്ക്ക് ഒരു ടോപ്പ് ഷേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാൻറ്റിൻ്റെ എന്തെങ്കിലും കീറിയത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഓൾട്ടറേഷൻസ്, ബ്ലൗസിന് ഇച്ചിരി വണ്ണം കൂട്ടുക, കുറയ്ക്കുക, അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഷഡ്ഡിങ് ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഷഡ്ഡിയൊന്നും ഞങ്ങൾ ഒരു കാലത്തും ഓൾട്ടർ ചെയ്ത് കൊടുക്കുന്നതല്ല. അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്ത ഈ മനുഷ്യനെ ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ നിന്നും മാറ്റി നിർത്തും. ഇനി മേലാൽ ഞങ്ങൾ ഈ സംഘടനയിൽ അദ്ദേഹത്തെ ചേർക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് സാധാരണഗതിയിൽ ആൾക്കാർ കൊണ്ടുവരുന്നത് മറ്റ് ചിലർ മിടുക്കരുണ്ട്, മറ്റ് കടകളിലൊക്കെ തയ്ച്ചിട്ട് അതെന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നമ്മുടെ അടുത്ത് ഓൾട്രേഷന് വരും. അത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞങ്ങൾക്ക്. അതായത് വേറൊരു സ്ഥലത്ത് തയ്പ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ മേടിക്കുന്നതിനേക്കാൾ 4 ഇരട്ടി കാശ് കൊടുത്ത സാധനം ഈ ചൊറിപ്പണി എന്ന് പറയും നമ്മൾ അതിനെ ചൊറിപ്പണി എന്നാണ് പറയുന്നത്. നമ്മൾ തയ്യക്കാരുടെ ഒരു ഭാഷയാണ്. ചൊറിപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയത്തില്ലേ, ഈ പറമ്പി പണിയുന്ന ഒരു ചൊറിപ്പണിക്ക് ആളെ കിട്ടാൻ പാടാ. അതായത് ഈ തൂത്തുവാരുക അല്ലെങ്കിൽ അങ്ങനത്തെ മുറ്റത്തെക്കുറിച്ച് അതിനുള്ള ആളെ കിട്ടുക, ചെത്തിപ്പറിക്കാനാണെങ്കിൽ ആളെ കിട്ടും. പക്ഷേ ഈ ചൊറിപ്പണിക്ക് ആളെ കിട്ടില്ല. അതുപോലെ തന്നെ ഇതുകൊണ്ട് ചൊറിപ്പണിയാണ് ഈ തയ്യക്കാരെ സംബന്ധിച്ചൊരു ചൊറിപ്പണിയാണ്. അവർ പറയുമ്പോൾ ഒന്ന് അടിച്ചാൽ പോരെ, ഒന്ന് കീറിയതല്ലേ എന്ന് പറയും. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മാറ്റി വെച്ചിട്ട് അത് ചെയ്യേണ്ട സമയമുണ്ട്, നമുക്കതനുസരിച്ചൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ ആരും മിക്കവരും മെനക്കെടാറില്ല. ഈ പറഞ്ഞ പോലെ മല്ലപ്പള്ളിയൊക്കെ ആണെങ്കിൽ അത് സ്വന്തം കസ്റ്റമർ ആണെങ്കിൽ പോലും ഈ ചൊറിപ്പണി എടുക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും മിക്കവരും നമ്മുടെ സ്ഥിരം കസ്റ്റമർ, അല്ലെ നമ്മളെ കൊണ്ട് സ്ഥിരമായിട്ട് തയ്പ്പിക്കുന്നവരാണ്, അല്ലെ നമ്മൾ തയ്ച്ച ഒരു സാധനമാണെങ്കിൽ ചേച്ചി ഇന്നാളി തയ്ച്ചതായി ഇവിടെ വണ്ണം കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഇച്ചിരി വണ്ണം കൂട്ടി കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേങ്കിൽ റെഡിമെയ്ഡ് കൊണ്ടുവരുന്ന സാധനം ഒന്ന് ഓൾട്ടർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ട്. അതുപോലെ അത് തന്നെ ഷഡ്ഡി, അതൊക്കെ ചെറുതാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഞങ്ങൾ ചെയ്തൊന്നുമില്ല. അതുകൊണ്ട് ഇതൊന്നും ചെയ്യുന്ന ആൾക്കാരെയൊന്നും ഞങ്ങളുടെ സംഘടനയിൽ നിന്നും വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല. പുള്ളിയെ ഉടനെ തന്നെ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും എന്നുള്ള അറിയിപ്പാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇങ്ങനെയുള്ള സാധനമൊന്നും കൊണ്ടുവന്നാൽ നമ്മുടെ സംഘടനയിലുള്ള ആരും തന്നെ അത് ചെയ്താക്കി കൊടുക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് ഇനി പുള്ളി അത് കൊടുത്ത് ആരെ കൊണ്ടാണോ, ഇനി പുള്ളിയല്ല, പുള്ളി വേറെ ആരെ കൊണ്ടെങ്കിലും അത് ചെയ്യിപ്പിച്ചതെങ്കിൽ ആ പുള്ളിയെ ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കും. അത് ഉറപ്പായിട്ട് ചെയ്യും.